ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ ഡെയിലി യൂസേജിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയൊരു ഫോൺ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ ഫോൺ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കത് മാറ്റേണ്ടി വന്നു. അപ്പോൾ 2 ആഴ്ചത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ കയ്യിരിക്കുന്ന ഈ ഫോണാണ് വിവോയുടെ Y29 എന്ന് പറയുന്ന മോഡൽ. ഇതൊരു ബഡ്ജറ്റ് ഫോണാണ്, അതുപോലെ തന്നെ ഇതൊരു 5G ഫോൺ കൂടിയാണ്. ഇത് 3 കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്: ഡയമണ്ട് ബ്ലാക്ക്, ടൈറ്റാനിയം ഗോൾഡ്, അതുപോലെ തന്നെ ഗ്ലേസിയർ ബ്ലൂ. എൻ്റെ കയ്യിരിക്കുന്ന മോഡൽ ഗ്ലേസിയർ ബ്ലൂ എന്ന് പറയുന്ന കളർ ഷെയ്ഡിൽ വരുന്നതാണ്. അത് മാത്രമല്ല, എൻ്റെ കയ്യിരിക്കുന്ന ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിൻ്റെ റാം എന്ന് പറയുന്നത് 6GB റാമും അതുപോലെ തന്നെ റോം എന്ന് പറയുന്നത് 128GB റോമുമാണ്. ഇത് 4GB റാമിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ 8GB 256 വേരിയൻറ്റ് സെപ്പറേറ്റും വരുന്നുണ്ട്. ഇതാണ് Y29ൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഫോൺ കൂടാതെ മറ്റു വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 44 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക് കേസ് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സിം എജക്റ്റ് ടൂളും കൂടെ കമ്പനി ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിൻ്റെ പ്രൊസസ്സർ പരിചയപ്പെടുകയാണെങ്കിൽ, മീഡിയാടെക് ഡയമൻസിറ്റി 6300 എന്ന പ്രൊസസ്സറാണ് കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഭയങ്കര നല്ലൊരു പ്രൊസസ്സർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊസസ്സർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ, ബാക്ക് സൈഡിൽ 2 ക്യാമറ വരുന്നുണ്ട്. ഒന്ന് 50MBയുടെ ക്യാമറയും ഒന്ന് വരുന്നത് 0.8MBയുടെ ക്യാമറയാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ വീഡിയോ എടുക്കുന്നത് ഫുൾ HD വരെയുള്ള സപ്പോർട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 8MBയുടെ ഫ്രണ്ട് ക്യാമറയാണ് കമ്പനി ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ഷൂട്ടേജ് നമുക്കൊരു 1080 പിക്സൽസ്, അതായത് ഫുൾ HD പിക്സൽസിൽ വരെ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.68 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്പ്ലേ തന്നെയാണ്. അത് മാത്രമല്ല, ഫ്രണ്ട് ക്യാമറ ഒരു നോച്ച് മാതിരി മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരിക്കലും വീഡിയോ ആസ്വാദനത്തിന് യാതൊരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അത് മാത്രമല്ല, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കമ്പനി ഈ ഫോണിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5500 mAhൻ്റെ ബാറ്ററിയാണ് കമ്പനി ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപാട് നേരം നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്താലും ബാറ്ററി ഡെഡായി പോകുന്നുള്ള കാര്യത്തിൽ പേടിക്കണ്ട. ഈ ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.81 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് 198 grams ആണ്. IP64 റേറ്റിംഗ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഡസ്റ്റ് റെസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരുപാട് നേരം ഒന്നും വെള്ളത്തിൽ കൊണ്ടിട്ടുണ്ട്, കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കിടന്നാലും ഫോണിന് വലിയ തകരാറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. മിലിറ്ററി ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ ഷോക്ക് റെസിസ്റ്റൻ്റ് ആണ്. താഴെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു പേടിയൊന്നും വേണ്ട. എന്ന് വെച്ചാൽ പർപ്പസ്ഫുള്ളി താഴെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫോൺ പൊട്ടിപ്പോവും. അങ്ങനെ അത്രയും ഫോഴ്സ്ഫുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫോണും സഹിക്കത്തില്ല. പക്ഷേ എന്നാലും പെട്ടെന്ന് ചെറിയ രീതിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഫോണിന് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇത് ഈ കാണുന്നത് ഒരു ഡൈനാമിക് ലൈറ്റാണ്. ഈ ഡൈനാമിക് ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കോളോ മെസ്സേജോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ലൈറ്റിൽ നിന്ന് കത്തും. ഇപ്പോൾ കോളിനൊരു ലൈറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ മെസ്സേജിന് വേറൊരു ലൈറ്റ് ആയിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റായിട്ട് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അത് വിവോയുടെ തന്നെ T4X എന്ന് പറയുന്ന മൊബൈലിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടാനുസരണം ഈ ലൈറ്റ് നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ ലോക്കിംഗ് സിസ്റ്റമൊക്കെ വരുന്നത് ഈ സൈഡിലാണ്. അതിൻ്റെ മുകളിൽ തന്നെയാണ് വോളിയം കൺട്രോൾ ബട്ടൺസൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഇറങ്ങുന്ന ഫോണുകളിലൊന്നും ഈ ഹെഡ്ഫോൺ ജാക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ ഒരു ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഈ ഫോണിൻ്റെ അകത്തുണ്ട്. അതായത് 2 സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നതിൽ ഈ ഒരു ഫീച്ചർ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വൃത്തിയാണെന്ന് തോന്നുന്നു. ഒരു സ്പീക്കർ താഴെയും ഒരു സ്പീക്കർ മുകളിലുമാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ വോളിയം നമുക്ക് 300% ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡായിട്ട് തന്നെ നമുക്ക് പാട്ടോ സിനിമയോ കാര്യങ്ങളോ ഒക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതുമാത്രമല്ല, ഇതിൻ്റെ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് Type C ആണ്. ഈ ഫോണിൻ്റെ അകത്തും അത്യാവശ്യം AI ഫീച്ചേഴ്സൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാംസങ്ങിലെ ഫോണിലൊക്കെ കാണും പോലെ AI ഇറേസ് ഫീച്ചറൊക്കെ ഈ ഫോണിൻ്റെ അകത്തുണ്ട്. നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആ ഫോട്ടോ കാണുകയാണെങ്കിൽ
നമ്മൾ ജസ്റ്റ് എറേസർ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് അതിൻ്റെ അകത്തുനിന്ന് അങ്ങ് പോകും. പിന്നെ 2 സിം കാർഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റും. സിം കാർഡ് എന്ന് പറഞ്ഞാൽ നാനോ സിം കാർഡാണ്. അതുമാത്രമല്ല ഹൈബ്രിഡ് സ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മെമ്മറി കാർഡും കൂടെ ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. മെമ്മറി കാർഡ് നമുക്കൊരു 1 TB വരെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്കൊരു സിം കാർഡും ഒരു മെമ്മറി കാർഡും മാത്രമേ ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് വരുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള OS എന്ന് പറയുന്നത് വിവോയുടെ തന്നെ FunTouch OS 14 ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 14 ആണ്. ഇനി ഇതിൻ്റെ പ്രൈസും കൂടെ പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് 4GB വരുന്നുണ്ട്, 6GB വരുന്നുണ്ട്, അതുപോലെ തന്നെ 8GB വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 6GB 128 വേരിയൻ്റ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് MRP റേറ്റ് 17,999 രൂപയാണ്. എന്നാൽ നമുക്ക് ഇത് ഓൺലൈനായിട്ടും കടയിൽ നിന്നും 15,499 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് EMI ഓപ്ഷനിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഞാനിത് മേടിച്ചത് EMIയിലാണ്. അതുപോലെ തന്നെ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ അവർ എനിക്കൊരു സ്ക്രീൻ കാർഡ് ഫ്രീ ആയിട്ട് ഒട്ടിച്ചു തന്നു. അതുപോലെ തന്നെ ഇതൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ച് തന്നു. എപ്പോഴും നമ്മൾ ഫോൺ ഇതുപോലെ നല്ല ഹാർഡായിട്ടുള്ളൊരു പൗച്ചിൻ്റെ അകത്ത് ഇട്ട് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തറയിലൊക്കെ വീണ് ഞാൻ ഇപ്പോൾ IP64 ആണ്, നമ്മുടെ മിലിറ്ററി ഗ്രേഡ് ആണെന്നൊക്കെ പറഞ്ഞാലും ഫോണ് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. കമ്പനി ഇങ്ങനെയൊക്കെ പറയും. നമ്മളിപ്പോൾ സർവീസിനൊക്കെ ചെല്ലുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു തനി ഗുണമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഈ ഫോണിൻ്റെ ഓവറാൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ അത്ര കണ്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫോൺ യൂസ് ചെയ്യാം. പിന്നെ ബാറ്ററി ലൈഫ് പറയാതിരിക്കാൻ വയ്യ. അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫുണ്ട്. നമ്മളിപ്പം ദിവസം മുഴുവൻ നെറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് കളിച്ചുകൊണ്ടിരുന്നാലും അങ്ങനെ ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ഔട്ടായി പോകുന്നില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്നാലും ഇതിനൊരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു 10ൽ ഒരു 6 മാർക്കൊക്കെ കൊടുക്കാം. അത്രയ്ക്കുള്ളതൊക്കെ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്കിത് വൃത്തിയായിട്ട് തോന്നുന്നെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ മേടിക്കാതിരിക്കാം. അത് നിങ്ങളുടെ ചോയ്സ്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.